ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഫോർ ഡെയിലി ഓഫീസ് ലുക്കോ കോളേജ് ലുക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ ഹൈലറോണിക് സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നാണ്. ഇത് ഡെയിലി യൂസിന് നല്ലതാണ്, അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് എക്കോലോജിക്കാൻ്റെ ഗ്ലോ പ്ലസ് 2E സൺസ്ക്രീൻ. ഇത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി എക്സ്ട്രാക്റ്റ് ആണ്. ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് ചെയ്യും സ്കിന്നിന്. SPF 50+ ആണ്. PA+++ ആണ്. UVA, അതുപോലെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, വാട്ടർ ലോക്ക് ടെക്നോളജി, പാരബൻ ഫ്രീ ആണ്. മിനറൽ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. സൾഫേറ്റ് ഫ്രീ ആണ്. ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് ആയത് കാരണം സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നതാണ്. ഡെയിലി യൂസിന് നല്ല ഒരു പ്രൊഡക്റ്റാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഇസ് 3-in-1 ഫൗണ്ടേഷൻ ഫ്രം ഫേസസ് കനഡ. ഇത് ഫൗണ്ടേഷൻ മാത്രമല്ല കേട്ടോ, ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇപ്പോൾ ഡെയിലി യൂസിന് പോകുന്നവർക്ക് ചിലപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊന്നും സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, പറ്റുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഇതൊരു ഓപ്ഷനാണ്. ഇത് 24 hours ഹൈഡ്രേഷൻ തരുന്നതാണ്. അതുപോലെ 10 hours ലോങ് സ്റ്റേ കിട്ടുന്നുണ്ട്. നല്ലൊരു കവറേജ് കിട്ടുന്ന അഫോർഡബിൾ റേറ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഇപ്പോൾ സൺസ്ക്രീൻ വരെ യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അതായത് ക്ലൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ വരെ അങ്ങനെ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് വന്നിട്ട് ലാക്മിയുടെ 9-5 സൺ എക്സ്പേർട്ട് പൗഡർ മാറ്റ് സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആണ്. SPF 40, PA+++ ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ് തരുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള ലാക്മിയുടെ ഒരു കോമ്പാക്റ്റ് ആണ്. നല്ലൊരു കോമ്പാക്റ്റ് ആണിത്. ഡെയിലി യൂസിന് ഏത് സ്കിൻ കളേഴ്സിനും സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ റേഞ്ചാണ്. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് കെ ബ്യൂട്ടിയുടെ കാജലാണ്. കെ ബ്യൂട്ടിയുടെ കാജൽ വന്ന് ബ്ലാക്ക് ഷെയ്ഡാണ്. 24 hours സ്റ്റേ തരുന്നതാണ്. ആദ്യം ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്. 2 കണ്ണിനും ടൈറ്റ് ലൈൻ ചെയ്ത് താഴെ നോർമലായിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടൈറ്റ് ലൈൻ ചെയ്യുന്നതിനെ കൊണ്ട് കണ്ണിന് കുറച്ച് ഒരു വലിപ്പം തോന്നിക്കും. കണ്ണ് കുറച്ച് നിറഞ്ഞു നിൽക്കുന്ന പോലെയുണ്ട്. നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് Forever 52 ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതൊരു കുറച്ചൊരു ക്രീമി ടൈപ്പ് പെൻസിലാണ്. ഇതിൻ്റെ ബാക്കിലൊരു സ്പൂളി പോലെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഐബ്രോസ് ഉള്ളത് കാരണം ഞാൻ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സ്പൂളി വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഒരേപോലെ ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ പ്രൊഡക്ട്സൊക്കെ. നൈക്ക, അതുപോലെ ഇതിൻ്റെ ബ്രാൻഡ് സൈറ്റുകളിൽ തന്നെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഷുഗർ പോപ്പിൻ്റെ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നൈക്കയുടെ വൈൻ ആൻഡ് ഗ്രൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്, ഒരു റെഡിഷ് ഷെയ്ഡാണിത്. അപ്പോൾ അത് വെച്ച് ഞാൻ ലൈറ്റായിട്ട് ലിപ്പൊന്ന് കൊടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ടേ ചെയ്യുന്നുള്ളൂ, ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണിത്. എന്നിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഷെയ്ഡ്, ന്യൂഡ് ഷെയ്ഡാണ്, ഷെയ്ഡ് നമ്പർ 130, ഒരു ക്രീമി മാറ്റാണിത്. അത് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ച് ലൈൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് മൈ ഫേവറേറ്റ് വൺ, പിക്സിയുടെ പെട്ര ഓൺ ഗ്ലോ ബ്ലഷാണ്. ടിൻറ്റഡ് മോയ്സ്ചറൈസ് സ്റ്റിക്കാണ്. ഇത് വന്ന് നല്ലൊരു ഗ്ലോ തരുന്നതാണ്. ഫുൾ ഡേ കിട്ടും. പിന്നെ നമ്മൾ കൈ വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡിങ് ഒക്കെ ചെയ്യുന്നത്. നമ്മളെ ഫിംഗറാണ് ശരിക്കും ഏറ്റവും നല്ല ബ്ലെൻഡർ എന്നാണ് പറയുക. നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം, സ്പോഞ്ച് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റിന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പോഞ്ചോ ബ്രഷോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പേഴ്സണൽ യൂസ് ആയതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അത് ബാലൻസ് വരുന്നത് ഒന്ന് നോസിലും നമ്മുടെ താടിയിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, ഒരു ഗ്ലോന് വേണ്ടിയിട്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റെക്കോർഡിൻ്റെ ഒരു ഐലൈനറാണ്. ജസ്റ്റ് ഒന്ന് ബിന്ദി വെക്കാൻ വേണ്ടി മാത്രം. അത് നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇതൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സിമ്പിളായിട്ടൊന്ന് ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ഡെയിലി ഞാൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ സൈഡിൽ മുടി ഒന്ന് കട്ട് ചെയ്തിട്ടത് കാരണം അത് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടിട്ട് ഒരു ചെറിയൊരു പോണിറ്റെയിൽ കിട്ടുന്ന പോലെ ഫുൾ ഹെയർ ബാക്കോട്ട് എടുത്തിട്ട് ഒരു പോണിറ്റെയിൽ കിട്ടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല സ്റ്റൈലും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ ഡെയിലി പോകുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഒരു ബാൻഡ് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, പോണിറ്റെയിൽ ചെയ്ത് കൊടുക്കുക. ലോവർ പോണിയോ അപ്പർ പോണിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു മിഡിൽ പോണിയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.